धनलक्ष्मी पाहि श्रीलक्ष्मी भक्तवरदे तव सुप्रभातम् श्रीराज्यलक्ष्मी स्थले तमसि कोमले स्वर्गलक्ष्मी. എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ രാവിലെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കേശുവിന് ഇന്ന് സ്കൂളിൽ പോകണം. എന്നത്തെയും പോലെ ആദ്യം മോൻ്റെ കാര്യങ്ങളാണ് ചെയ്യാറ്. മോന് കൊണ്ടുപോകാനുള്ള ലഞ്ചും സ്നാക്സും മോർണിംഗ് സ്നാക്സും എല്ലാം ഒരുക്കിയതിന് ശേഷം നമ്മളിപ്പോൾ കാപ്പി പോലും ഉണ്ടാക്കാറുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നിനും സമയം കിട്ടൂല. ആദ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ നോക്കും. അപ്പോഴേക്കും ഒന്നും നടക്കൂല. ഇപ്പം നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ, എങ്ങനെ ചെയ്താൽ എങ്ങനെയൊക്കെ വരുമെന്നുള്ളത്. അമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കേശുവിന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇന്നലെ കണ്ട ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഇതുപോലെയുള്ള എന്ത് സ്നാക്സ് റെസിപ്പി ഉണ്ടായാലും ഞാൻ അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. എന്ന് വെച്ചാൽ കേശുവിന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. പിന്നെ ഇതാ രാവിലെ ഒരു തിരി അവിടെയും കത്തിച്ച് വെക്കുന്നുണ്ട്. അടുക്കളയിലും കൂടി ഇപ്പോൾ ഞാൻ ഒരെണ്ണം കത്തിച്ച് വയ്ക്കും. ഭയങ്കര ഒരു ഡിവൈൻ സ്മെല്ലാണ്. പിന്നെ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ല, പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ സംഗീതമാണെന്ന് തോന്നുന്നു, പുള്ളിക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചേച്ചി ചതയത്തിൻ്റെ കാര്യം പറഞ്ഞത്, ഇപ്പോഴും 4-ാം ഓണം ചതയമാണല്ലോ എന്ന്. അത് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, നമുക്ക് മുന്നേ ചിങ്ങത്തിലെ ചതയമാണ് ഗുരുസ്വാമിയുടെ ജന്മദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തിരുവോണം, അത് മിക്കവാറും തിരുവോണം കഴിഞ്ഞിട്ടുള്ള 4-ാം ഓണമാണ് ചതയം. പക്ഷേ ഇപ്രാവശ്യം തിരുവോണം ലാസ്റ്റ് ആണല്ലോ വരണം. ചിങ്ങം 30-31 ആണ് തിരുവോണം. അതുകൊണ്ട് പിന്നെ ചതയം വരണത് കന്നിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം എല്ലാം നേരത്തെ ആയത്. ഇപ്പോൾ ഓണം നേരത്തെ ആയതുകൊണ്ട് ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി എല്ലാം നേരത്തെ അല്ലേ വന്നിരിക്കുന്നത്. ഓണം നേരത്തെ അല്ല, ലേറ്റായി താമസിച്ചത് കൊണ്ട്. അപ്പോൾ അതാണ് അന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പാല് വാങ്ങിയത് നമ്മൾ മിക്കവാറും ഈ മുരളിയുടെ പാലാണ് വാങ്ങണത്. അപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇതുപോലൊരു അബദ്ധം പറ്റണത്. അതിൻ്റെ അടപ്പ് തുറക്കാനായിട്ട് പറ്റൂല. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അതിങ്ങനെ ഫുള്ള് സീലായിട്ടിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ല തുറക്കാനായിട്ട്. ഇനി അത് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചേ വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അവസാനം അതിന് കുത്തി പൊട്ടിച്ചൊക്കെ എടുക്കേണ്ടി വന്ന്. പാല് നമുക്ക് കളയാൻ പറ്റൂലല്ലോ. അവർ എന്തോ എങ്ങനെ പറ്റണമെന്ന് അറിഞ്ഞിട്ട് മുരളിക്കാരെങ്കിലും കാണണമെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചോണേ. ഒരു രക്ഷയുമില്ല. നമുക്ക് 2ാമത്തെ പ്രാവശ്യമാണ് ഇതുപോലത്തെ അബദ്ധം പറ്റണത്. അത് ഫുള്ള് സീലായിരിക്കും. പിന്നെ അതെങ്ങനെ അത് പൊളിച്ചെടുക്കാനാണ്. അപ്പോൾ ഇനി വാങ്ങുമ്പോഴേക്കും അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാൻ. ഞങ്ങളെ കാര്യം കൂടെ അങ്ങനെ തന്നെ. അന്ന് പിന്നെ എങ്ങനെയൊക്കെയോ അറുത്തെടുക്കാൻ പറ്റി. ഇന്നിപ്പോൾ അതും പറ്റണല്ലോ, ഫുള്ള് മൂടിപ്പോയി. പിന്നെ ഞാൻ ഒരു കത്തി എടുത്തിട്ട് അതിനെ കുറച്ചൊന്ന് ഉരുക്കിയിട്ടൊക്കെയാണ് അതിനെ കുത്തി പൊട്ടിച്ച് പാലെടുക്കണത്. കുറേ സമയം പിന്നെ ഇന്നത്തെ ദിവസം അതിൻ്റെ ബാക്കിൽ നിന്ന് പോവേണ്ടി വന്ന് ആ പാലെടുക്കാനായിട്ട്. പിന്നെ ഫുള്ള് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മിക്കവാറും ഞങ്ങളവിടെ മുരളിയുടെ പാല് വാങ്ങാറുണ്ട്. അപ്പോഴേക്ക് ആ വാങ്ങിയൊരു കുപ്പി അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതിലേക്ക് ഒഴിച്ച് വെച്ച്. പിന്നെ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കി വെച്ച്. ഇന്നിപ്പോൾ ഇടിയപ്പം അതുപോലെയല്ല കൊടുത്തു വിടണത്. അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് വേറൊരു രൂപത്തിലോട്ട് മാറ്റിയിട്ട് വേണം കേശുവിന് കൊടുത്തു വിടാനായിട്ട്. അപ്പോഴേക്കും ഞാനൊരു ഉരുളക്കിഴങ്ങ് അവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടാണ് അത് നല്ല കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്ത് ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം ഞാൻ ഇടിയല്ലി കൊണ്ടാണ് ഉടയ്ക്കണത്. നമ്മൾ ഇടിയല്ലി കൊണ്ട് ഇടിച്ച് പൊട്ടിക്കാതിരുന്നാൽ മതി. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് അതിങ്ങ് പൊടിഞ്ഞ് കിട്ടിക്കോളും. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച സമയത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പെട്ടെന്നൊക്കെ വെന്തപ്പോൾ ഒന്ന് തണുത്ത് കിട്ടിയാലും നമുക്ക് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തണുക്കണത് വരെ നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയം നമുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് ഇനി ഇതിലേക്ക് മല്ലിയില നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. മിക്കവാറും ഉപ്പ് വേണ്ടി വരും. നമ്മൾ വീണ്ടും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കില്ലേ. കുറച്ച് സവോള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കും. പിന്നെ മോനായതുകൊണ്ട് പച്ചമുളക് ചേർത്തില്ല. ഇപ്പം നമുക്കാണെങ്കിൽ നമുക്ക് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കാശ്മീരി ചില്ലി വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ വേണ്ടത് റവയാണ്. അപ്പോൾ അത്രയും സംഭവങ്ങളും കൂടെ എടുത്ത് കുറച്ച് മല്ലിപ്പൊടിയല്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമുക്ക് വലിയവർക്കാണെന്നുണ്ടെങ്കിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർക്കാം. ഇത് മോനായതുകൊണ്ടാണ് കാശ്മീരിയിലോട്ട് മാറിയത്. അപ്പോൾ ആ കാശ്മീരി ചില്ലിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി റവയാണ്. റവ കുറച്ചിട്ട് കൊടുത്താൽ മതി. അറിയാമല്ലോ, റവ ഇടുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും. അങ്ങനെ അതിനായിട്ട് കുറച്ച് റവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സ്പൂണോ തവിയോ ഒക്കെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്താലൊന്നും ശരിയാവില്ല. കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒട്ടും വെള്ളം പാടില്ല. വെള്ളം ആയാൽ അതിൻ്റെ കൺസിസ്റ്റൻസി പോവും.
അപ്പോൾ നല്ലതുപോലെ ഒന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കൂലേ, ആ ഒരു രീതിയിൽ അതിനെ ഒന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പച്ച ഈർക്കിലില്ലേ അത് കുത്തിയിട്ടാണ് ഇതിലേക്ക് ഇങ്ങനെ ആക്കിയാണ് പൊരിക്കണത്. ഇങ്ങനെ ആക്കി ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത് എടുത്തെങ്കിലും പിന്നീട് എനിക്കൊരു സമാധാനം ഇല്ല. ഇതും കൊണ്ട് സ്കൂളിൽ പോയിട്ട് അതിനെ വലിച്ചൂരി അടുത്തിരിക്കുന്ന പിള്ളേരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമായാലോ. പിള്ളേരല്ലേ, എല്ലാം കൊച്ചു പിള്ളേരല്ലേ, പിള്ളേർക്ക് ആർക്കും അതിനെപ്പറ്റിയൊന്നും അറിയില്ലല്ലോ സീരിയസ്നെസ്. അപ്പം ഞാൻ ഇങ്ങനെ പൊരിച്ചെടുത്തെങ്കിലും ലാസ്റ്റ് കൊടുത്തുവിടാൻ നേരത്ത് ഞാൻ ആ ഈർക്കിൽ പതുക്കെ അങ്ങ് മാറ്റി. നമുക്ക് ഈർക്കിലില്ല, ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ കൊടുത്തു വിടാനായിട്ട് പിന്നെ ഒരു ധൈര്യമില്ലായിരുന്നു. ഞാൻ ആദ്യം ഫോർക്ക് കൊടുത്തു വിടുമായിരുന്നു. അപ്പോൾ പിന്നെ അവരതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർക്കൊന്നും കൊടുത്തു വിടരുതെന്ന്. അങ്ങനെ പിന്നെ അതൊക്കെ മാറ്റിയതിന് ശേഷമാണ് കൊടുത്തു വിട്ടത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് കട്ട്ലൈറ്റ് രൂപത്തിലൊക്കെ ആക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് സോസും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഇത് മതി. നമുക്ക് 4 മണി പലഹാരമായിട്ടും ഒക്കെ ഇത് കൊടുക്കാം. അല്ല നമുക്ക് വീട്ടിലേതെങ്കിലും ആരെങ്കിലും ഗസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ഐറ്റം കൂടെയാണിത്. അങ്ങനെ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതാ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള ഇട്ട് കൊടുത്തിട്ട് ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ മോനായതുകൊണ്ട് പച്ചമുളകോ അങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും ചേർക്കണില്ല. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മറ്റേ സംഭവം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും മോനും ഇതുവരെ ഉറക്കം എഴുന്നേറ്റില്ല, രണ്ടാളും നല്ല ഉറക്കവുമാണ്. അപ്പോൾ ഇനി ഇതൊക്കെ റെഡിയാക്കിയിട്ട് വേണം അവരെ വിളിക്കാനായിട്ട്. 6:30 മണിയാകുമ്പോൾ തൊട്ട് ഞാൻ ഇവിടുന്ന് ബെല്ലടിക്കാൻ തുടങ്ങും. ഒരു 6:45 രണ്ടുപേരും എഴുന്നേറ്റ് വരും. അച്ഛനും മോനും ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് ചേട്ടനും ഉണരും. പിന്നെ മോൻ്റെ അടുത്ത് അങ്ങ് കിടക്കുന്നതാണ്, അല്ലെങ്കിൽ മോന് ഒറ്റയ്ക്ക് കിടക്കണ്ടേ, അതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ കൂടെ കിടക്കും. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴണ്ട് വരണം. കുറച്ച് ഉപ്പും കൂടെയൊക്കെ ആ സമയത്ത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇത് ഒരു ഏകദേശം പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇപ്പം ഇട്ട് കൊടുക്കാം. ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തില്ല. അപ്പോൾ അതാ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളവിടെ ഇടിയപ്പം അവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനതാ ഇതേപോലെ പിച്ച് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുമ്പോഴുണ്ടല്ലോ, അപ്പോൾ സത്യത്തിൽ ആദ്യം ഇടിയപ്പം ഇങ്ങനെ വന്നപ്പോഴേക്കും ഇങ്ങനെ നല്ലതുപോലെ ഇളകി വരണില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്ത്, കത്രികയ്ക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്ത്, പിന്നെ അടുത്ത ഒരെണ്ണം എടുത്തപ്പോൾ 2 ഇടിയപ്പമാണ് ഞാൻ ഇതുപോലെ ആക്കിയത്. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ ആക്കി. ഇനി ഒരെണ്ണം കുറച്ച് കത്രികയ്ക്കും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് അല്ലാണ്ട് കുറച്ച് പിച്ചും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി എടുത്തപ്പോഴേക്കും നല്ലൊരു നൂഡിൽസ് പോലെ, മാഗി എന്ന് പറഞ്ഞാണ് കേശുവിനെ കാണിച്ചത് ഞാൻ. പക്ഷെ മോൻ പറയുന്നുണ്ട് ഇത് മാഗി അല്ലല്ലോ അമ്മയെന്ന്. പിള്ളേരെ പറ്റിക്കാനൊന്നും പറ്റൂലല്ലോ. പക്ഷേ സംഭവം നല്ല ടേസ്റ്റായിരുന്നു, നല്ല രസമായിരുന്നു. ഞാൻ പറഞ്ഞു ശരി മാഗി അല്ല മോനെ, അമ്മ നൂഡിൽസ് ഉണ്ടാക്കിയതാണ്. ഇടിയപ്പം എന്നൊരു വാക്ക് ഞാൻ മിണ്ടിയിട്ടേ ഇല്ല. അമ്മയോടും പറഞ്ഞു അമ്മ മിണ്ടരുത് ഇടിയപ്പമാണെന്ന്. എങ്കിൽ ആ ഇടിയപ്പം ഇങ്ങനെ തന്നതെന്ന് ചോദിക്കും. അപ്പോൾ എന്തോ ഒരു സംഭവം നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തെന്നാണ് കേശു വിചാരിച്ചത്. ഇതിലും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആയിട്ട് കൊടുത്തപ്പോഴേക്കും ആളൊക്കെ അത് ഇഷ്ടപ്പെട്ട്. കണ്ടപ്പോഴേ അമ്മ എനിക്ക് കുറച്ച് തന്നേ, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കഴിച്ചു നോക്കിയപ്പോഴേക്കും ആൾക്ക് ഇഷ്ടപ്പെട്ട്. അങ്ങനെ അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ന് കേശുവിന് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടത്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതാ കൊടുത്ത് വിട്ടപ്പോഴേക്കും ഇങ്ങനെ ആക്കി കാണിച്ചപ്പോഴേ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അങ്ങനെ ലഞ്ചായിട്ട് ഇതും സ്നാക്സായിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ആ ഉരുളക്കിഴങ്ങിൽ ഉണ്ടാക്കിയ ഈ ഒരു സംഭവമാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ആ ഒരു സംഭവമാണ് കൊടുത്തു വിട്ടത്. അങ്ങനെ ഇനി ഇവിടെ രണ്ടാളും കൂടെ അച്ഛനും മോനും കൂടെ രാവിലെ എഴുന്നേറ്റ് ഭയങ്കര അടി നടക്കുകയാണ്. കേശു എന്തോ ചേട്ടനെ ഇങ്ങനെ ഓരോത് പറഞ്ഞ് അങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ ഭയങ്കര വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതെല്ലാം അടുക്കളയിൽ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങോട്ട് വരാൻ സമയമില്ലല്ലോ. നല്ല രസമാണ് രണ്ടുപേരും കൂടെ വഴക്ക് കൂടണത് കാര്യങ്ങളും കേൾക്കാനായിട്ട്. ചേട്ടനൊരു കാര്യമുള്ളത് കേശുവിന് ഇങ്ങനെ അധികം വഴക്കൊന്നും പറയാണ്ട് അവൻ പറയാണ്ട് കേട്ടോണ്ടിരിക്കും. ഞാൻ വന്നാലും രംഗം മാറുള്ളൂ. പിന്നെ അവനെ വിരട്ടി കൊണ്ടുപോയി കുളിപ്പിച്ച് എടുത്ത് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോഴേക്കും ഇതെല്ലാം ഈ സ്നാക്സ് എല്ലാം അങ്ങ് ബാഗിലാക്കി വെച്ചാൽ എൻ്റെ ജോലി ഏകദേശം കഴിയും. അപ്പോൾ ഇതെല്ലാം ബാഗിലാക്കി വെച്ച് വെള്ളവും ആക്കി വെച്ചിട്ടാണ് മോനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകണത്. ചില ദിവസങ്ങളിൽ രാവിലെ കുളിപ്പിക്കും, ഇല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ടേ കുളിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ വിചാരിച്ച് രാവിലെ അങ്ങ് കുളിപ്പിക്കാമെന്ന്. അങ്ങനെ എല്ലാ സംഭവങ്ങളും മോൻ്റെ സ്നാക്സും ലഞ്ചും എല്ലാം ബാഗിലാക്കി എല്ലാം സെറ്റാക്കി വെച്ച്. അപ്പോൾ ഇനി കേശുവിനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകണം. ചേട്ടനാണ് യൂണിഫോമൊക്കെ തേക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ എനിക്ക് ആ ജോലി ഒഴിഞ്ഞ് അങ്ങനെ കേശുവിനെ കുളിപ്പിച്ച്
റെഡിയാക്കി സ്കൂളിൽ വിടണത് വരെ വീട് ഒരു മേളമായിരിക്കും, ഒരു വെപ്രാളവും കാര്യവും. പക്ഷെ ഞാൻ വിചാരിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ഞാനും ആക്റ്റീവായിട്ടിരിക്കുന്ന ആ ഒരു സമയത്താണ്. മോന് സ്കൂളില്ലാത്ത ദിവസം ഇപ്പോൾ എനിക്കും ഭയങ്കര മടിയാണ്, ചേട്ടനും ഭയങ്കര മടിയാണ്. മോന് സ്കൂളുള്ള ദിവസം ഞങ്ങൾ കറക്റ്റ് 8:15 കഴിയുമ്പോഴേക്ക് കട തുറക്കുകയും ചെയ്യും. കാരണം മോനെ കൊണ്ടാക്കിയിട്ട് നേരെ കടയിലോട്ട് പോവുകയാണല്ലോ. മോന് സ്കൂളില്ലാത്ത ദിവസം അതിപ്പോൾ 9 മണിയാവും. അവന് ആദ്യം ചിലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളിലായിരുന്നു മിക്കവാറും 9:30 മണി, ചിലപ്പോൾ 10 മണിയാവുമായിരുന്നു കട തുറക്കുമ്പം. ഇപ്പോൾ കേശുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് നമ്മൾ മാറിയപ്പോഴേക്കും നമ്മുടെ കുറേ കാര്യങ്ങൾക്ക് ഒരു ചിട്ട വന്നതുപോലെയായി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലതുപോലെ ആസ്വദിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് മിസ്സാവാൻ പോണത് ഈ നിമിഷങ്ങളല്ലേ. പിള്ളേർ പെട്ടെന്നങ്ങ് വളരൂലേ. പിന്നെ മോനെ കുളിപ്പിക്കാനും ഒരുക്കാനും ഒന്നും നമ്മുടെ ആവശ്യമില്ല. അവർ തനിയെ പോയി കുളിച്ച് ഒരുങ്ങി അങ്ങ് സ്കൂളിലൊക്കെ പൊയ്ക്കോളും. ഫുഡുണ്ടാക്കി കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആയി മാറും നമ്മൾ. ഇതുപോലുള്ള അവരെ എടുത്ത് കൊഞ്ചിച്ച് മുത്തം കൊടുത്തൊക്കെ വിടുന്ന സമയമൊക്കെ പെട്ടെന്ന് അങ്ങ് പോവും. ഞാൻ വെച്ച് നിങ്ങൾ വന്നില്ലെന്ന്. കൂടണതേ ഉള്ളല്ലേ? ചെറിയ ചൂരില്ലേ? വേണ്ട 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 ചേച്ചി, ചൂര വേണ്ട. വേറെ എന്തെങ്കിലും ഉണ്ട്? അയില വേണോ? ഇത് വേണോ? അതെങ്ങനെ? 100 രൂപയ്ക്ക് താ. 100 രൂപയ്ക്ക് അയില വെക്കട്ടെ. ഓ, ഇത് തിരച്ച് വേണ്ട, കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ മോനെ സ്കൂളിലാക്കി ചന്തയിൽ പോയി നേരെ മീനും വാങ്ങി വീട്ടിലെത്തി. അമ്മ ദാ അവിടെ ക്യാബേജ് തോരത്തിനായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയലയും കാരലുമാണ് വാങ്ങിയത്. ഞാനിത് 9:30 ആയപ്പോഴാണ് ചന്തയിൽ പോയത്. അപ്പോൾ ചന്ത കൂടണ സമയം ആയില്ല, 10 മണിയാവും ചന്ത കൂടാനായിട്ട്. പിന്നെ 10 മണി വരെ അവിടെ നിൽക്കേണ്ടതെന്ന് വിചാരിച്ചാണ് കട തുറന്നിട്ട് 9:30 ആകുമ്പോഴേക്കും നമ്മുടെ ഒപ്റ്റോമെട്രിസ്റ്റ് എത്തും. അത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ വരാറാണ് പതിവ്. അപ്പോൾ ചന്തയിൽ പോണ ദിവസം കുറച്ച് ലേറ്റായിട്ടാണ്. അതിനിടയ്ക്ക് വല്ല കസ്റ്റമറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ നിൽക്കും. അങ്ങനെ മീനൊക്കെ വാങ്ങി നേരെ വീട്ടിലെത്തി. ഇനി പിച്ചാത്തി ഒന്ന് മൂർച്ച കൂട്ടണം. ഇപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ മൂർച്ച കൂട്ടി എടുക്കണതുകൊണ്ട് കത്തികളൊക്കെ നല്ല സൂപ്പറായിട്ട് മുറിയും കേട്ടോ. നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ഏറ്റവും അടുക്കളയിൽ ആവശ്യം ഇതൊക്കെയല്ലേ. കത്തിയൊക്കെ നല്ല മൂർച്ചയായിട്ട് ഇരുന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ അടുക്കളയിൽ ജോലിയൊക്കെ പെട്ടെന്ന് തീരും പോലെ തോന്നും. പിന്നെ ചന്തയിൽ നിന്ന് മരിച്ചിനി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അങ്ങ് മരിച്ചിനിയും കൂടെ ഉടച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ ഒന്ന് തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടെ. നമ്മളിപ്പോൾ ചോറ് വയ്ക്കുമ്പോഴേക്ക് വൈകുന്നേരമല്ല, രാത്രി ഒരു 7 മണി 8 മണി ആകുമ്പോഴേക്കും ചോറ് ഇങ്ങനെ ചളിക്കാൻ തുടങ്ങും. എന്ത് കാര്യമാണെന്ന് മനസ്സിലാവണതേ ഇല്ല. അങ്ങനെ അമ്മ പറയുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ വെക്കുന്ന കലത്തിൽ തന്നെ വെച്ചാൽ അങ്ങനെ വരുമെന്നും. ഇപ്പം നമ്മൾ അലുമിനിയം കലവും അതുപോലെ തന്നെ മൺകലവും ഒക്കെ മാറിയാണ് ചോറ് വെക്കേണ്ടത്. എന്നിട്ട് ആ കലം നല്ലതുപോലെ തേച്ച് ഉണക്കിയൊക്കെയാണ് ചെയ്യാറ്. എന്താണ് കാര്യമെന്ന് അറിഞ്ഞുകൂടാ. അമ്മ അവിടെ കാരൽ മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാരൽ മീൻ വറ്റിച്ചിട്ട് അയല കറിയും വെച്ച് മരിച്ചിനെയും ഉടച്ച് വെച്ചാൽ ഇന്നത്തേക്കുള്ളതൊക്കെ ആയി. ഇന്നലത്തെ ദിവസം നമ്മൾ മീൻ വാങ്ങിയിട്ടേ ഇല്ല. കൊഞ്ചുപൊടി കരുവാടൊക്കെയായിരുന്നു. അതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നാണ് പിന്നെ 2 ദിവസം മീനൊന്നും വാങ്ങിയില്ല. പിന്നെ ഇന്നാണ് മീൻ വാങ്ങണത്. അപ്പോൾ മീൻ വാങ്ങിയ ദിവസങ്ങളിൽ വീഡിയോ എടുക്കാൻ എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പറ്റില്ലല്ലോ വീഡിയോയ്ക്കുള്ളതൊന്നും. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് നല്ല കാര്യങ്ങൾ കുറച്ചും കൂടെ രീതിയിൽ ചെയ്യാമെന്നും വിചാരിക്കും. അങ്ങനെ മരിച്ചിനി ഇപ്പോൾ ഇവിടെ രാവിലത്തേക്കെന്നല്ല ഉച്ചത്തേക്ക് മാത്രം മതി. ചേട്ടനാണെങ്കിൽ ഒരു നേരം എന്തെങ്കിലും കഴിക്കുള്ളൂ. രാത്രി പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കാപ്പിയേ കുടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി മരിച്ചിനി നമുക്ക് 2 പേർക്കും മാത്രമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ വെച്ചത്. 1 കിലോ മരിച്ചിനി വാങ്ങിച്ചിട്ട് അതിൻ്റെ പകുതിയേ വെക്കണുള്ളൂ. അപ്പോൾ മരിച്ചിനി അതങ്ങ് ഇഞ്ചക്ഷൻ കുക്കറിലാക്കി വെച്ച്. ഇനി ചോറിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വിഷമം. എന്താണെന്ന് അറിഞ്ഞുകൂടെ. ചോറ് ഇങ്ങനെ ചളിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യുമെന്നും അറിയില്ല.
അപ്പോഴമ്മ അവിടെ മീൻ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കണ്ടും കൊണ്ട് ഈ പൂച്ച കണ്ടല്ലോ, നമ്മൾ വളർത്തുന്ന പൂച്ചയൊന്നുമല്ല, അടുത്ത വീട്ടിലെ പൂച്ചയുമല്ല, എവിടെ നിന്നൊക്കെയോ വന്ന പൂച്ചയാണ്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണുണ്ട്. മിക്കവാറും വീട്ടിനകത്തൊക്കെ ഒരു പേടിയും മടിയും ഇല്ലാണ്ടാണ് ഓടി അങ്ങ് കയറണത്. അപ്പോൾ മീൻ കട്ട് ചെയ്യണ ഒരു സ്മെല്ലടിച്ചാൽ പിന്നെ അതിൻ്റെ കാര്യം നോക്കുകയും വേണ്ട, അത് അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നോളും. അങ്ങനെ നമ്മൾ സാധാരണ ചോറ് വാർത്തിടാറാണ് പതിവ്. അപ്പം ഞാൻ വിചാരിച്ച് ഇതുപോലെ ചോറിനെ ഒന്ന് തോർത്തി എടുത്തതിന് ശേഷം പിന്നെ കല ഒന്നും കൂടെ കഴുകി അത് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്നും കൂടെ ചോറ് വെച്ച് നോക്കാമെന്ന്. ഇപ്പം മിക്കവാറും നമ്മളല്ലെങ്കിൽ ബാലൻസ് ചോറൊക്കെ വന്നാൽ ഊറ്റി അടിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് എടുത്ത് വെച്ചിട്ട് പിറ്റേന്ന് ആവി കയറ്റി എടുക്കും. ഒന്നുകിൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് റേഷനരി വാങ്ങിച്ചതിലുള്ള മിസ്റ്റേക്കാണെന്ന് പറയാം. ഇതാണെങ്കിൽ റേഷനരിയും അല്ല, നമ്മളിവിടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ അരിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള അരി എന്നൊക്കെ പറഞ്ഞ് വാങ്ങണതല്ലേ. സത്യത്തിൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങണ അരിക്കൊന്നും ഇതുപോലത്തെ പ്രശ്നമൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ആ ചോറ് ഊറ്റി വെച്ചിട്ട് അതിൽ ആ ക്യാബേജ് തോരത്തിനമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ തോരത്തിനുള്ളതും കൂടെ അതിലോട്ട് ആക്കി വെച്ചാൽ ഈ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും അത് ഏകദേശം വെന്തോളും. പിന്നെ ഞാൻ ഏതോ ഒരു ഇതിൽ തോരനെന്ന് പറഞ്ഞപ്പോഴേക്ക് ആരോ കമൻറ്റ് ചെയ്തായിരുന്നു, തോരനെന്ന് കേട്ടപ്പോഴേ മനസ്സിലായി ഇത് തിരുവനന്തപുരംകാരാണെന്ന്. അപ്പോൾ നമ്മളാണെന്ന് തോന്നുന്നു കേട്ടോ തോരനെന്ന് പറയണത്, ബാക്കിയുള്ളൊരു ഉപ്പേരി എന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയണത്. നമുക്കിവിടെ ഉപ്പേരി എന്താണ്, നമ്മളിവിടെ സാധാരണ ഉപ്പേരി എന്ന് പറയണത് ഒരു സദ്യക്കൊക്കെ വിളമ്പണ സംഭവമല്ലേ, ഏത്തക്ക ഉപ്പേരി. അല്ലാണ്ട് നമ്മൾ തോരത്തിനെന്ന് നമ്മൾ ഉപ്പേരി ഇതൊന്നും പറയാറില്ലല്ലോ. അപ്പോൾ ഞാനന്ന് സാധനം വാങ്ങിയപ്പോഴേക്ക് കുറച്ച് പട്ട വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന്. അപ്പോൾ ഇതുവരെ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ആ സംഭവം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനായിട്ട് പട്ടയെല്ലാം പൊട്ടിച്ച് പഴയ ഒരു ജാറിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതാണ് ആദ്യത്തെ പരിപാടി. നമ്മൾ ഇതൊക്കെ മിക്സിയുടെ ജാറിൽ വെച്ച് പൊടിച്ചാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. മിക്സിയുടെ ജാറിന് മൂർച്ച കൂടെ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുറേയൊക്കെ നമ്മൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അങ്ങനെ ചെയ്താൽ അത് പ്രശ്നം വരും, ഇങ്ങനെ ചെയ്താൽ ഇത് പ്രശ്നം വരും, അങ്ങനെ ഒന്നുമില്ല. കുറേ കാര്യങ്ങൾ എന്തോ പണ്ട് ഇങ്ങനെ അമ്മമാരൊക്കെ അവരുടെ മനസ്സ് തോന്നുന്ന കാര്യങ്ങൾ അവർക്കൊരു പേടിയായിരിക്കും എല്ലാത്തിനും. അവരിങ്ങനെ അത് വിചാരിച്ചിട്ട് നമ്മളെയും കൂടെ അതിങ്ങനെ പറഞ്ഞ് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും നല്ല വേവുള്ള മരിച്ചിനിയായിരുന്നു. മരിച്ചിനി വെന്ത് കിട്ടി. അതിൽ ഞാനാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഒരല്പം ജീരക ഉപ്പ് മാത്രമേ ചേർക്കുള്ളൂ, വേറെ അരപ്പ് വേറെ ഒന്നും ചേർക്കാറില്ല. ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ടാണ് ഒന്ന് ഉടച്ചെടുത്ത് വെക്കണത്. പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ എനിക്കൊന്ന് മരിച്ചിനി ഇങ്ങനെ കട്ടയായിട്ടിരിക്കണേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം. മരിച്ചിനിയായിരുന്നാലും ചക്കയായിരുന്നാലും അങ്ങനെയാണ്. അപ്പോൾ അതും ഈ ഇടിയലിൻ്റെ കല്ല് കൊണ്ടാണ് ഒന്ന് ഇടിച്ച് ശരിയാക്കണത്. ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ ഇടിയലിൻ്റെ കല്ല് കൊണ്ട് ഈ പാത്രം ചീത്തയായി പോലെ എന്നൊന്നുമില്ല, ഇടിച്ച് പൊട്ടിക്കുകയല്ല ചെയ്യണം. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വെച്ചങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല രീതിയിൽ അതൊന്ന് ഉടഞ്ഞ് കിട്ടും. എന്ത് സാധനമായിരുന്നാലും അങ്ങനെ തന്നെ. അങ്ങനെ മരിച്ചിനെയൊക്കെ ഒന്ന് ഉടച്ച് അതൊക്കെ വെച്ചിട്ടുണ്ട്. കലം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇനി ആ കലത്തിനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് തേച്ച് കഴുകിയിട്ട് അതിനെ ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കി ഇനി നമ്മൾ വാർത്ത് കോരി വെച്ചിരിക്കുന്ന ചോറില്ലേ അതൊന്നും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ എത്ര വാർത്ത് വെച്ചാലും ചെറിയ നനവ് പോലെ തോന്നുമല്ലോ. അപ്പോൾ ഒന്നും കൂടെ അതിലേക്ക് ഇട്ട് ഒന്ന് പൊരിച്ചെടുത്ത് വെച്ച് നോക്കാം. ഒരു പരീക്ഷണമാണ്, ഇനി ചളിക്കുമെന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. പക്ഷേ ഇന്ന് ചോറ് ചളിച്ചില്ല, നല്ലതുപോലെ തന്നെ ഇരുന്നായിരുന്നു ചോറ്. എല്ലാം ഓരോ പരീക്ഷണങ്ങളല്ലേ. ഒരു കാര്യം എന്തെങ്കിലും ഒരു കുഴപ്പം വരുമ്പോഴേക്കും നമ്മൾ അതിന് 100 പ്രതിവിധി കണ്ടെത്താനായിട്ട് ശ്രമിക്കുമല്ലോ. അങ്ങനെ കിട്ടിയതിലുള്ള ഒരു ഐഡിയ ആയിരുന്നു ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന്. എന്തായാലും സംഭവം സക്സസ് ആയി. വലിയ പ്രശ്നങ്ങളോ കേടുപാടുകളോ ഒന്നും കൂടാണ്ട് ചോറ് കിട്ടി. അമ്മ മീനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ 2 മീൻ ഞങ്ങൾ ഇന്ന് വെക്കും. ഇന്ന് വെച്ചിട്ട് ഇന്നും നാളത്തേക്കും കൂടെയാണ് എടുക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് തീർക്കുകയല്ല. അപ്പോൾ അതിനായിട്ടുള്ള തേങ്ങയെല്ലാം ഞാൻ തിരികെ കൊടുത്ത് ഇനി അതൊക്കെ അരക്കണതും കാര്യങ്ങളൊക്കെ അമ്മയാണ്. ഇതിപ്പോൾ കാരൽ വറ്റിക്കാനായിട്ടാണ് അതായത് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനി അയലക്കറി വെക്കാനായിട്ടും. അപ്പോൾ കാരൽ വറ്റിക്കാനായിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങാപ്പീര എടുക്കും. പിന്നെ ഈ കാരലൊക്കെ വറ്റിക്കുമ്പോഴേക്കും മാങ്ങയോ പുളിഞ്ചിക്കയോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. പുളിഞ്ചിക്ക ഇപ്പം അധികം ഇല്ല,
അങ്ങനെ കാറിൽ വറ്റിക്കാനുള്ളതിൽ പച്ചയ്ക്കാണ് അരയ്ക്കണതെന്ന് വെച്ചാൽ മുളക് പൊടിയൊന്നും വറുക്കാണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും പിന്നെ പുളിയും 2-3 കൊച്ചുള്ളിയും മാത്രമേ അരയ്ക്കുള്ളൂ, മല്ലിപ്പൊടി അരയ്ക്കൂല. അതിനൊന്നും നമ്മളിങ്ങനെ പരപര അരച്ചെടുക്കുമെന്ന് പറയുമല്ലോ, എന്ന് വെച്ചാൽ നല്ലതുപോലെ അരയാണ്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പരുവം. അങ്ങനെ നമ്മൾ അരച്ചെടുത്ത് ഇനി ഈ കാരൽ മീനിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് വെള്ളവും ഒഴിക്കൂല, വെള്ളവും കുറച്ചേ ഒഴിക്കുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ചാലും ഇതെല്ലാം വെന്ത് കുഴയും പോലെ തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. ഇതിന് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ നോക്കി, അപ്പോൾ കുറച്ച് മുളക് പൊടി കുറവായിട്ട്, കളർ കുറവായിട്ട് തോന്നിയുകൊണ്ട് കുറച്ചും കൂടെ മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് കൈ കൊണ്ട് തന്നെ ഇളക്കി ഈ ഒരു പരുവത്തിലാക്കിയിട്ട് അങ്ങ് അടുപ്പത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ അത് അവിടെ ഇരുന്നും കൊണ്ട് തിളച്ച് നല്ല സൂപ്പറായിക്കോളും. നമുക്കാണെങ്കിൽ മീൻകറിക്ക് കളർ കുറവാണെങ്കിൽ എന്തോ പോലെ തോന്നും. അതാണ് വീണ്ടും വീണ്ടും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടപ്പോഴാണ് ഒരു സമാധാനമായത്. ഇനി ഇത് അയലക്കറി വെക്കാനാണ്. നമ്മൾ സാധാരണ തിരുവനന്തപുരം സ്റ്റൈലിൽ മീൻകറി എങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങ അരച്ചാണ് നമ്മൾ മീൻകറി വെക്കാറ്. അപ്പോൾ ഇതിപ്പോൾ അല്ലാത്ത രീതിയിലൊന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ നമ്മുടെ പുളിയും മുളകും വെക്കണമെന്ന് പറയും, ആ രീതിയിൽ അമ്മ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അയലക്കറിക്ക് കടുക് തളിച്ചപ്പോഴേക്കും അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്കും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ രണ്ടിൻ്റെ കാര്യം കഴിഞ്ഞല്ലോ. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ചധികം കൊച്ചുള്ളി ഉണ്ടായിരുന്നു, കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ട് അമ്മ അവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെയിൽ പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പട്ട നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പട്ടയെ ഞാനൊരു പാത്രത്തിലോട്ടാക്കി. പാത്രം എടുത്തപ്പോഴേക്കും അത് അതിൻ്റെ ഹോളുള്ള നമ്മൾ അരി വടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പാത്രമായിരുന്നു. അങ്ങനെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ വേറൊരു പാത്രം എടുത്ത് തന്ന് ഇനി അതിലേക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ മാറ്റണം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കണം. റോസ് വാട്ടറിലാണ് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ റോസ് വാട്ടർ തികയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അത് കറക്റ്റായിരുന്നു. ഒരുപാട് അതിങ്ങനെ ലൂസ് ആവാനും പാടില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ, അതിനേക്കാളും ഒരു അല്പം കൂടെ ലൂസ് ആയാലും കുഴപ്പമില്ല. ആ ഒരു പരുവത്തിന് നമ്മൾ റോസ് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് ഇതിലിപ്പോൾ ഞാൻ കറുവപ്പട്ടയും പിന്നെ ഒരു 2-3 ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചക്കർപ്പൂരം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ആൾ പറഞ്ഞില്ലേ ചേച്ചി പച്ചക്കർപ്പൂരം കൂടെ വാങ്ങാത്തത് എന്തായിരുന്നു, എൻ്റെ കയ്യിലുണ്ട് കേട്ടോ പച്ചക്കർപ്പൂരം, അതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തത്. ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് അങ്ങാടിക്കടയുണ്ട്, അപ്പം ഞാൻ അവിടെ നിന്ന് പച്ചക്കർപ്പൂരം വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അമ്മ അവിടെ മീൻകറി വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ആയിട്ട് അതിലേക്ക് അതൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോഴേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വറുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 2 തക്കാളി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും. പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു, അതൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ അരയ്ക്കുകയാണെങ്കിൽ പുളി അതിൽ കൂടെ ചേർത്ത് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് പുളി വെള്ളത്തിൽ ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പുളിവെള്ളം ഒഴിച്ച് 2 തക്കാളിയും കൂടെ മിക്സിയിൽ അടിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്ക് കറി നല്ല തിക്കാവും. അപ്പോൾ ഇനി അതൊന്ന് നല്ലതുപോലെ തിളയ്ക്കണം. തിളച്ചതിന് ശേഷം അയല മീനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി കടുകൊക്കെ ആദ്യമേ വറുത്തത് കൊണ്ട് ഇനി അതിൻ്റെ കാര്യമൊന്നുമില്ല. ഇതിനൊന്നും തിളച്ച് വറ്റിയെടുത്ത് എണ്ണ തെളിഞ്ഞ് വന്നാൽ നല്ല സൂപ്പർ കറി അവിടെ റെഡിയാവും. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ പണിപ്പുരയിലാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ധൂപം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കറുകപ്പട്ടയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ കത്തിച്ച് വയ്ക്കില്ലേ, അപ്പോൾ ഭയങ്കര നല്ല ഒരു മണം വരും. നമ്മൾ അടുക്കളയിലത്തേക്ക് ഇങ്ങനെ ഒരു മണമല്ലേ നല്ലത്. അതുമല്ല ഈ ചെറിയ പ്രാണികൾ കൊതുകൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ പോവാനായിട്ട് നല്ലതാണ്. സന്ധ്യയ്ക്ക് കത്തിച്ചാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം പൊയ്ക്കോളും. ഈ സംഭവം ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു അച്ച് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഇത് വാങ്ങുമ്പോൾ കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ആ ഒരു ഷേപ്പൊക്കെ ആക്കി വെച്ചത്. അപ്പോൾ ഒരു 7-8 എണ്ണം ഉണ്ടാക്കാനായിട്ട് പറ്റുമായിരുന്നു അതിൽ. അങ്ങനെ ഞാൻ അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 7-8 എണ്ണം അല്ല, 10-12 എണ്ണം ഉണ്ട്. ഇനി ഇതിനെ ഒന്ന് ഷേപ്പൊക്കെ ഇതിൻ്റെ ഷേപ്പൊക്കെ പോക്കാണ്, എന്നാലും കുഴപ്പമില്ല. ഇനി ഇതിനെ നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. നന്നായിട്ടത് ഉണങ്ങി കിട്ടണം. അതാണ് അടുത്ത പരിപാടി. കേശുവിനെ മാത്രമേ പേടിയുള്ളൂ, ഞാൻ മറന്നു പോകുമെന്ന് അറിഞ്ഞൂടാ. വരുമ്പോഴേക്കും അത് അവിടെ നിന്ന് എടുത്തില്ലെന്നുണ്ടെങ്കിൽ വന്ന പാടെ അതിനടിച്ചങ്ങ് അവൻ പൊട്ടിക്കും.
അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോൾ ഉണ്ടല്ലോ കണ്ണുപോലും കാണാൻ പോയ തറയും നല്ല ചൂട്. ഞാൻ ഡയറക്റ്റായിട്ട് തറയിലാണ് വെക്കുന്നത്, പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടാൻ വേണ്ടി. നല്ല ചൂട് കേട്ടോ, ആ ടെയിലൊക്കെ പൊള്ളി കിടക്കുകയാണ്. എന്നാലും ഇത്രയും ചൂടിൽ വെച്ചാൽ മാത്രമേ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടുള്ളൂ. നാളെ എങ്ങനെ മഴ തുടങ്ങിയോണ്ടല്ലോ നമ്മൾ പൈസയും പോവും, ഇത്രയും മെനക്കേടും പോവും, മൊത്തം കുളമാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചോറ് കഴിക്കണം. അപ്പോൾ അതാ മീൻകറി കണ്ടില്ലേ, നമ്മൾ അയലക്കറി അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറും മരച്ചിനിയും ക്യാബേജ് തോരനും അതുപോലെ തന്നെ കാരൽ വറ്റിച്ചതും മീൻകറി. അപ്പോൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ എപ്പോഴും അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ പാവലിൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ അതിനെ ഇനി കട്ട് ചെയ്ത് കളയണം. മൊത്തം പോയി, ഇനി അത് രക്ഷപ്പെടില്ല. പിന്നെ ഇനി അതിനവിടെ നിർത്തിയിട്ടും കാര്യമില്ലല്ലോ. അപ്പോഴേക്ക് ഇനി അതിന് ഫുള്ളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇനി ഞാൻ അതിൽ പയർ നടാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പയർ വിത്ത് ചുവപ്പ് പയറാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. ഇവിടെ നിറയെ കാച്ച്, എൻ്റെ പണ്ടത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഒരു മൂട് പയറെന്ന് എനിക്ക് എന്തുമാത്രം പയർ കിട്ടിയെന്ന് അറിഞ്ഞുകൂടെ. ശരിക്കും പയർ ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി അതിനെ ഫുള്ള് ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ കേശു ചോദിക്കുന്നുണ്ട്, അമ്മേ അത് പാവലല്ലേ, എന്തിനാണ് കട്ട് ചെയ്യണമെന്ന്. അതിൻ്റെ ആയുസ് അത് തരണേക്കാളും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് നമുക്ക് പാവയ്ക്ക് അത് തന്ന്. അപ്പോൾ അതിൻ്റെ മാക്സിമം ആയി. ഇതിപ്പോൾ പറയും പോലെ അതായിട്ട് പോയതല്ല, അതിൻ്റെ ലൈഫ് ടൈം കഴിഞ്ഞ് അതിൻ്റെ എന്താ പറയുന്നുണ്ട്, അതിൻ്റെ ജീവിതം അവസാനിച്ചത് പോയതല്ല. അതിനെ വെളിയിലുള്ള കുറേ പേര് ആക്രമിച്ചത് കൊണ്ട് അതിൻ്റെ ജീവിതം ഉപേക്ഷിക്കേണ്ടി വന്നതാണ്. നിറച്ച ആ മഞ്ഞ പ്രാണികളായി പോയിട്ടോ. പിന്നെ അത് ഒരുമാതിരി കാണുമ്പോൾ തന്നെ ഇനി നമ്മൾ അതിനായിട്ട് നിൽക്കണ്ട എന്ന് വിചാരിച്ച് വേണമെങ്കിൽ കുറേ പേര് എനിക്ക് അതിൻ്റെ സൊല്യൂഷനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വയ്യ അതൊന്ന് മെനക്കെടാനായിട്ട് ഒരുപാട് അത് തന്നല്ലോ. അങ്ങനെ ഇനി ഫുൾ അത് മൊത്തം ഇതിൽ ആ ചെമ്പരത്തിയിലൊക്കെ പടർന്ന് കയറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് വെട്ടിക്കളഞ്ഞപ്പോഴേക്കും അവിടെ നല്ല വെട്ടം പോലെ തോന്നി. ഈ വള്ളി എങ്ങനെയൊക്കെയാണ് കയറി പോയേക്കണേന്ന് അറിഞ്ഞൂടെ. വലിച്ചെടുക്കും തോറും അതിൻ്റെ ഇടയിലൊക്കെ മൊത്തം ചുറ്റി പിണഞ്ഞ് കിടക്കുകയായിരുന്നു. കേശു കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിന്നിട്ട് ഫ്രിഡ്ജിൽ മുന്തിരിങ്ങ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ എടുത്ത് അമ്മ ഞാൻ കഴിക്കാൻ പോണേന്ന് പറഞ്ഞിട്ട് അതും എടുത്തുകൊണ്ട് പോയി. ഞാൻ മാക്സിമം കേശുവിനെ കൊണ്ടുവരാൻ നോക്കണില്ല വീഡിയോയിൽ. മോനുണ്ട് എന്തിനാ കുറച്ചൊക്കെ കാണിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ, കേശുവിൻ്റെ വീഡിയോസ് പിള്ളേരുടെ വീഡിയോസ് വരുമ്പോഴേക്ക് യൂട്യൂബുകാർ തന്നെ കമൻറ്റ് സെക്ഷൻ ഓഫാക്കിയിടും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വീണ്ടും പോയി ഓണാക്കും, 10 മിനിറ്റ് കഴിയുമ്പോൾ അവർ ഓഫാക്കും, വീണ്ടും ഞാൻ ഓണാക്കും. അപ്പോഴാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കമൻറ്റ് അയക്കണത്, അപ്പോൾ വീണ്ടും അവർ ഓഫാക്കും. അപ്പോൾ അതുപോലത്തെ കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കൊച്ചു പിള്ളേരുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് അങ്ങനെ കൊച്ചു പിള്ളേർക്ക് എന്തെങ്കിലും രീതിയിലുള്ള വേറെ രീതിയിലുള്ള കമൻറ്റോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അവർ കമൻറ്റ് സെക്ഷൻ കുട്ടികളുണ്ടെങ്കിൽ ഓഫാക്കണത്. അതുകൊണ്ടാണ് മാക്സിമം കേശു വരണ പോർഷൻസ് ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ നോക്കണുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകണതോ കാര്യങ്ങളോ ആണെങ്കിലും മോനെ കാണിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതോ എടുത്തപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ വീണ്ടും കുറച്ച് പാവയ്ക്കകളുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ പാവം തോന്നും, കൊച്ചു പിള്ളേർ നിൽക്കും പോലെ തോന്നും, ചെറിയ പാവയ്ക്കല്ലേ. അങ്ങനെ നിന്നപ്പോഴേക്കും ഇതാ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി, കുഞ്ഞോള് ചേച്ചി, അവരുടെ സ്കൂളിൽ ഇന്ന് കലോത്സവമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ മോള് ഡാൻസിന് പാട്ടിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അതൊക്കെ കണ്ടിട്ട് നേരത്തെ വന്നിട്ട് റേഷൻ കടയിൽ പോകാനായിട്ട് അവിടെ ചേച്ചിയുടെ അനിയത്തിനെ കാത്ത് നിൽക്കുകയാണ്. അപ്പോഴും കുറച്ച് ദിവസമായി അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ആർക്കും ഒന്നിനും സമയമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും നുണ പറയാനോ കാര്യങ്ങൾക്കോ. എല്ലാവരും ബിസി ആയിപ്പോയില്ലേ. പ്രത്യേകിച്ച് ആണുങ്ങളെക്കാളും ബിസിയായി പെണ്ണുങ്ങൾ. വീട്ടുകാര്യങ്ങൾ നോക്കി, ജോലി നോക്കി, വീട്ടിലിരുന്നാലും കൈത്തൊഴിലായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇപ്പോൾ ചേച്ചിയുടെ കാര്യം നോക്കിയാലും ചേച്ചിക്ക് തയ്യലാണ്. അപ്പോൾ ആ തയ്യലൊഴിഞ്ഞ് ചേച്ചിക്ക് ഇരിക്കാൻ സമയമില്ല. പിന്നെ ഇനി ഓണം കൂടെ ആകുമ്പോഴേക്കും നല്ല ബിസി ആവും. അപ്പോഴത്തെ പിള്ളേർ വരണുണ്ട്. പിള്ളേർ ബാക്കിൽ നിന്നാണ് വന്നത്. ഒരാൾ NCCക്ക് ഉള്ളതുകൊണ്ട് അത് ചേച്ചിയുടെ അനിയത്തിൻ്റെ മോളാണ്. പിന്നെ ഈ കറുത്ത ഡ്രസ്സ് ഇട്ടിരിക്കുന്നതാണ് ചേച്ചിയുടെ മോള്. അപ്പോൾ അവർ നേരെ സ്കൂൾ വിട്ട് വരുമ്പോൾ പിന്നെ പിള്ളേർക്ക് ക്ഷീണമാണല്ലോ. അങ്ങനെ ചേച്ചി റേഷൻ കടയിൽ പോകാനായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും മോളും വരണമെന്ന് പറഞ്ഞിരുന്നത്. അവർ രണ്ടാളും കൂടെ പോകാനായിട്ടൊക്കെ റെഡിയായി റേഷൻ കടയിൽ പോകാനായിട്ടൊക്കെ ഒരുങ്ങിയാണ്. അങ്ങനെ നമ്മൾ ഒരു 4-5 ദിവസമായി നമ്മൾ തമ്മിൽ കാണും. ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള സമയം രണ്ടുപേർക്കും കിട്ടിയില്ല. അങ്ങനെ നാട്ടുകാര്യങ്ങളൊക്കെ കുറേ ഞാൻ മിസ്സായി പോയി. പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടന്ന് ഞാൻ അറിയാതെ പോയി കേട്ടോ. അയ്യോ, അപ്പോഴിങ്ങനെ സംസാരിക്കുമ്പോഴല്ലേ അറിയണത് ഇന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചെന്ന്. ഈശ്വര, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ള പരിതാപത്തിലാണ് ഞാൻ നിന്നത്. അങ്ങനെ കുറച്ച് സമയം അവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നതിന് ശേഷം ഇതെല്ലാം വെട്ടിയിട്ടിരിക്കുകയല്ലേ. ഇതിനെ ഇങ്ങനെ ഇട്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നാമത് നമ്മൾ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇനി ഇതിനെല്ലാം കൊണ്ട്
കളയണം, എല്ലാം ഒതുക്കി വെക്കണം. അതൊക്കെയാണ് അടുത്ത പരിപാടികൾ. പിന്നെ കേശു വന്നിട്ട് മോനെ മേലെ കഴുകി അവിടെ നിർത്തിയിരിക്കണതേ ഉള്ളൂ. ഇനി മോന് ട്യൂഷനുണ്ട്. അയ്യോ എക്സാം എടുത്ത് കുറേ പഠിക്കാനുണ്ട്. കണ്ടപ്പോഴേ കണ്ണ് തള്ളി. ഈശ്വരാ, ഇത്രയും പഠിക്കണോ? നമ്മളൊക്കെ പഠിച്ചിരുന്നപ്പോൾ എന്ത് സുഖമായിരുന്നല്ലേ നമുക്ക്. ഒന്നും അറിയണ്ടായിരുന്നു. ഒരു കണക്കിന് ഞാൻ എപ്പോഴും ആലോചിക്കുക, അന്ന് ആറാമത്തെ വയസ്സിലാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ പോകുമ്പോഴേക്ക് അന്ന് എന്തുവാണ് പഠിക്കണത്? 4ാം ക്ലാസ് തൊട്ടാണ് ABCD, 5ാം ക്ലാസ് തൊട്ടാണ് ഹിന്ദി. നമുക്ക് സുഖമായിരുന്നു. അന്ന് പഠിച്ചവരൊക്കെ ഇപ്പോൾ കളക്ടറും എഞ്ചിനീയറും ഡോക്ടർമാരും ഒക്കെ ആയില്ലേ. ഇപ്പോഴത്തെ പിള്ളേർ 3 വയസ്സ് തൊട്ട് അവരെ മണ്ടയിൽ ഇരിക്കണതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളാണ് പിള്ളേർ പഠിക്കുന്നത്. കേശുവിൻ്റെ ബുക്ക് കണ്ട് എനിക്കാണ് ഇപ്പോൾ തലകറക്കം. നമ്മൾ പാരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചോദിക്കുന്നുണ്ട്, അയ്യോ അതുണ്ടോ, ഇത് പഠിക്കണ്ടേ, അത് പഠിക്കണ്ടേ എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ ഒത്തിരി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പം ഞാൻ മാക്സിമം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം കുറേ ദിവസം എനിക്ക് തന്നെ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് എല്ലാം കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഞാനും കൂടെ കുറച്ച് ഉന്മേഷമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ധൂപമൊക്കെ എല്ലാം റെഡിയായി. രാത്രിയാണ് കേട്ടോ ഇത് കാണിച്ചപ്പോഴേക്കും. കത്തിച്ച് വെച്ചപ്പോഴേക്ക് സൂപ്പറായിരുന്നു, നല്ല മണവും ആയിരുന്നു, ഒരു പ്രത്യേക സ്മെല്ലായിരുന്നു. നമ്മൾ മസാലക്കടയിലൊക്കെ പോകുമ്പോഴേക്കുള്ള ഒരു സ്മെല്ലില്ലേ, അതുപോലെ ആയിരുന്നു. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.